അതിലൊരു സങ്കടം എനിക്കുണ്ട്. എന്തായാലും അഖിൽ മാരാർ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ബ്രാൻഡ് അംബാസിഡർ പറഞ്ഞോളൂ. അതുപോലെ തന്നെ ക്രിക്കറ്റിന് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെ ക്രിക്കറ്റിനെ, അതൊക്കെ വിട്ടേക്ക്, നമ്മൾ ഒരുപാട് റിപ്പീറ്റേഷൻ വേണ്ട. സോ ഈ ഒരു ടൂർണമെന്റ് നോക്കിക്കാണും. അതിലുപരി നസിത്തറായി ഞങ്ങൾ ഒരുമിച്ച് IPL കമന്ററി സമയത്തുണ്ടായിരുന്നു. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, നിങ്ങൾ എന്നെ ചതിച്ചു. ഞാൻ ഇവരുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് ഇവര് എന്റെ ടീമിന് സ്പോൺസർ ചെയ്യാതെ നിയാസിക്കയുടെ ടീമിന് സ്പോൺസർ ചെയ്തു. ഇന്നലെ രാത്രിയിലും സുഭാഷേട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്കിന് കൂട്ടില്ല. പ്രവരാജേട്ടാ, നെക്സ്റ്റ് നിങ്ങളോടാ. അപ്പം അല്ല, ശ്രീബോയിയും പൃഥ്വിരാജന്റെ ഒക്കെ പറഞ്ഞതാ കഴിഞ്ഞ വർഷം കൊല്ലത്തേക്കോ ഇല്ല, ചതിച്ചു. അതെ, കൊല്ലത്തെ ഞാൻ ചതിച്ചിട്ട് ഞാൻ കൊച്ചിയുടെ കൂടെ നിന്നതാ. എന്നാലും ഞാൻ പറയാൻ കാര്യം, ലാസ്റ്റ് മാൻ സ്റ്റാൻഡ്സ് ആക്ച്വലി ജൂൺ മാസം UK മാച്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബേസിൽ എന്നെ കൂടെ പേഴ്സണലി കളിക്കാൻ വിളിച്ചിരുന്നതാണ്. അപ്പം അവർക്കൊപ്പം അവിടെ കളിക്കാൻ വേണ്ടി പോയിരുന്ന സമയത്താണ് CCFൽ ഇങ്ങനൊരു പ്ലാൻ വരുന്നതും പ്രതീക്ഷിച്ചതിനെക്കാട്ടി എത്രയോ വലിപ്പത്തിൽ എത്രയോ ഗംഭീരമായ രീതിയിൽ ഈ ലോഞ്ച് ഇവിടെ നടക്കുന്നതും. ഞാൻ ആക്ച്വലി ചിന്തിച്ചിരുന്നില്ല ഇത്രയും ഒരു ഗ്രാൻഡ് ലോഞ്ച് ആണെന്ന്. കാര്യം കഴിഞ്ഞ തവണ KCLന്റെ ഭാഗമായിട്ട് അതിൻ്റെ ലോഞ്ചിന് നമ്മൾ പോയിരുന്നപ്പോൾ സമാനമായ രീതിയിൽ റെഡൊക്കെ ഇട്ടിട്ട് ഇവരവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഞങ്ങൾ ഇപ്പുറത്ത് ബ്ലൂ ഇട്ടിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നടന്ന KCLന്റെ ഏറ്റവും വലിയ ഒരു ലോഞ്ച് പോലെ സമാനമായ രീതിയിൽ മികച്ച രീതിയിൽ തന്നെ CCF സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രായം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരുണ്ട് ഈ CCFന്റെ തലപ്പത്ത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ പിന്നിൽ. പിന്നെ നമ്മുടെ ടീം ഓണർ കിഡു. അപ്പൊ കിഡു ഞാനും കൂടെ ചേർന്ന് ടീം ഇടുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഉറപ്പിച്ചു ഇത് ഗ്രൗണ്ടിൽ നടക്കുന്നതിനെക്കാട്ടി അടി പുറത്ത് കിടക്കുന്നു. കാരണം ഞങ്ങൾ എപ്പോൾ കളിച്ചാലും ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞടിയാ. ഇടയ്ക്ക് ഞാൻ ഹെൽമെറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടാണ്. എൻ്റെ കൂടെ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് വാളി സിംഗിൾ എടുക്കത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കിടുവിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് പേര് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ട് ഏത് ടീമിലാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ രണ്ടായാലും കിടുവിൻ്റെ പ്രായത്തേക്കാൾ ഉപരി കിടുവിൻ്റെ ഒരു ആവേശവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യുമ്പോൾ പുറത്ത് വലിയ അടികൾ നടന്നേക്കാൻ പേടിക്കേണ്ട, കളിക്കണത്തിനകത്ത് നമ്മൾ തകർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അല്ലേട്ടൻ്റെ ഒരു വാചകം കടമെടുക്കുന്നു. ലെറ്റ്സ് പ്ലേ ആൻഡ് എൻജോയ്. ഇനി നമ്മളുടെ ബ്രാൻഡ് അംബാസിഡർ സെറീനയ്ക്ക് കൂടി ഒരു മെമന്റോ നമ്മൾ കൈമാറാണ്. From you as well. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം CCFന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. അതിലുപരി ഫീനിക്സ് പാന്തേഴ്സിന്റെ ഫ്രം മൈ ഡിയർ ഫ്രണ്ട് അഖിലേട്ടൻ തന്നെ വിളിച്ചപ്പോൾ തൊട്ട് ആഷിഖേട്ടനും ഷഫീഖേട്ടനും കൂടെ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിലും താങ്ക് യു സോ മച്ച്. ലുക്കിംഗ് ഫോർവേഡ്. ഇത് സെലിബ്രേഷൻ മാത്രമല്ല, ഐ തിങ്ക് ഇറ്റ്സ് എ ലോട്ട് ഓഫ് നെറ്റ്വർക്കിംഗ്. ഒരു ഗെറ്റ് ടുഗെദർ ആണ്. നമുക്ക് പല മേഖലയിലുള്ള നമുക്ക് എല്ലാവർക്കും കൂടി ഒരു എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് എന്നാൽ ഹെൽത്തി കോമ്പറ്റീഷൻ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സ്പെഷ്യൽ ബെസ്റ്റ് വിഷസ് ടു മൈ ടീം ആൻഡ് ടു ഓൾ അതർ ടീം മെമ്പേഴ്സ്. അപ്പം ലെറ്റ്സ് റോക്ക് ഇറ്റ്. താങ്ക് യു.